നമസ്കാരം. മിക്ക വേദികളിലും ഇവിടെ നിന്നിട്ടുള്ള ശീലമാണ് എനിക്കുള്ളത്. നമ്മുടെ കൂട്ടിട്ട ചേട്ടൻ നിൽക്കുന്ന പോലെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നമ്മുടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന വളരെ റെയറായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ വിരലിലുണ്ടാവുന്ന സ്റ്റേജുകളിൽ മാത്രമാണ് ഞാൻ തൃശ്ശൂരിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം സ്വന്തം നാട്ടിൽ ഒരു മികച്ച അവതാരിക എന്നുള്ളൊരു ടൈറ്റിലിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓൾ കേരള ലെവലിൽ നമ്മുടെ കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ പേരിൽ ഒരു അംഗീകാരം കിട്ടുമ്പോണ്ടല്ലോ, അത് ഇരട്ടി സന്തോഷമാണെന്ന് വേണം പറയാനായിട്ട്. ഓരോരുത്തർക്കും വലിയൊരു നന്ദി പറയുകയാണ്. ഈ ഒരു സമയത്ത് ശരിക്കും 11 വർഷമായി ഞാൻ ഈ ആങ്കറിങ് മേഖലയിൽ വന്നിട്ട്. പക്ഷെ ആർക്കും അറിയണ്ടായിരിക്കില്ല കുഞ്ഞി ഷോസ്. എൻ്റെ തുടക്കം നമ്മുടെ TCVയിലായിരുന്നു, തൃശ്ശൂർ കേബിൾ വിഷൻ. അങ്ങനെ ചെറിയ ഷോസ് ചെയ്തിട്ടാണ് ഇപ്പം കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മുടെ തങ്കു പറഞ്ഞ പോലെ എല്ലാവരുടെയും ചിഹ്നമായിട്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അതും ഒരു ബെസ്റ്റ് ആങ്കർ അവാർഡ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വാല്യുബിളാണ്. അതും മണിച്ചേട്ടൻ്റെ പേരിൽ എന്ന് പറയുമ്പോഴേ എൻ്റെ 19 വയസ്സ് 20 വയസ്സിൽ ഞാൻ കൈരളിയിൽ താരോത്സവം ചെയ്യണ സമയത്താണ് മണിച്ചേട്ടൻ അവിടെ വരികയും അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര നന്നായിട്ട് മലയാളം പറയുന്ന ഒരു കുട്ടിയെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കാണണേ, നീ നന്നായി വരും എന്ന് പറഞ്ഞ് എൻ്റെ കൈ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് അനുഗ്രഹിക്കുകയുണ്ടായി. പക്ഷെ അതിനുശേഷവും ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്ലാറ്റ്ഫോം, കഴിഞ്ഞ ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ് നല്ലൊരു പ്ലാറ്റ്ഫോം എനിക്ക് തുറന്നു കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇന്ന് വരെ ഞാൻ അങ്ങനെ തമാശ പറയുന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നോ കൗണ്ടർ സെൻസ് ഉണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ റാങ്കേഴ്സ് മാറിയിട്ട് 7ാമത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് ഏറ്റെടുത്ത നമ്മുടെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ, അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു വലിയ താങ്ക്സ് പറയുകയാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കും, കാരണം ഞാൻ ചെയ്തിട്ടുള്ള ഷോസ് എന്ന് പറഞ്ഞാൽ പട്ടുറുമാലും മൈലാഞ്ചിയും അങ്ങനെ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള ഷോസാണ്. പക്ഷെ ഇന്ന് വരെ ഞാൻ തന്നെ തമാശ പറയിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുത്തിട്ട് ഈ കുട്ടി ആ ഷോന് ആപ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്ലേസ്മെന്റ് ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ്. അതിന് നമ്മുടെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ, അദ്ദേഹത്തിനോടൊരു വലിയ നന്ദി പറയുകയാണ്. അതിലുപരി നിങ്ങൾ ഓരോരുത്തരോടും, കാരണം എവിടെ പോകുമ്പോഴും ഇപ്പോൾ ഒരു ആങ്കർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനാണെങ്കിലും ഇപ്പോൾ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ മിനി സ്ക്രീൻ ഫീൽഡിലുള്ളവരെ ഒരു കയ്യകലത്തിലാണ് നമ്മൾ സംസാരിക്കുക, ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും ചിന്നു എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ടാണ് സംസാരിക്കണേ. എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് കാണണു. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും മണിച്ചേട്ടൻ്റെ ബാനറിലുള്ള ഒരു അവാർഡ് ദാന ചടങ്ങായതുകൊണ്ട് 2 വരി മൂളിയിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടേ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടേ. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ 4 വർഷക്കാലമായി ഒരു ഗെയിം ഷോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പോസിറ്റ് ഒരുപാട് ചാനൽസിൽ കോമ്പറ്റീറ്റേഴ്സായിട്ട് ഒരുപാട് ഗെയിം ഷോസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ആ ഒരു സപ്പോർട്ട് കാരണമാണ്. തുടർന്നും നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഈ ഒരു സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ സ്വന്തം നാടിനോട് ഈ ഒരു അംഗീകാരം, അതും മണിച്ചേട്ടൻ്റെ പേരിൽ മികച്ച അവതാരിക എന്നുള്ള പേരിൽ തന്നതിൽ. ഒപ്പം നമ്മുടെ സ്റ്റാർ മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം 3 അവാർഡ്സാണ്. ഒന്ന് മികച്ച ഷോ ഡയറക്ടർ, പിന്നെ മികച്ച പെർഫോമർ, പിന്നെ മികച്ച ആങ്കർ. ഒത്തിരി സന്തോഷം, ഇരട്ടി മധുരം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.